ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു റാഗി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗി ഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ചെറിയൊരു മണം വരുന്നവരെ, ഒരു നല്ലൊരു മണം വരും, അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണേ. ഫ്ലെയിം ഒരു ചെറിയ രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു മണം വരുന്നവരെ ഇത് കൈ ഇളക്കാതെ ഒരു റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു ചെറിയൊരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്. ഞാൻ 1 കപ്പ് റാഗിപ്പൊടിയായിരുന്നു എടുത്തത്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കണം. ഇനി ഇതും കൂടെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കാം. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. എല്ലാം കൂടെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് ശർക്കര പാനി തയ്യാറാക്കണം. അതിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള 3 ക്യൂബ് ശർക്കരയാണ്. ശർക്കര പൊടിയാണെങ്കിൽ 1 കപ്പ് എടുക്കാം. ഈ 3 ക്യൂബും അതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു ക്യൂബും കൂടി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ എല്ലാവരുടെയും ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കാം. കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് മധുരം ഉണ്ടെങ്കിലാണ് കുട്ടികളൊക്കെ നന്നായി കഴിച്ചോളും. അത് എല്ലാവരുടെയും ഇഷ്ടത്തിന് മധുരം ചേർക്കാം. ഇനി ഇത് നമുക്ക് മെൽറ്റ് ചെയ്ത് എടുക്കണം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കണം. എന്നിട്ട് ഈ ശർക്കര ക്യൂബ് ഇതിലേക്ക് എടുത്ത് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് ചെറുതായി ഇളക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര മെൽറ്റായി വരുന്നുണ്ട്. ഒരു സ്റ്റിക്കി പരിവാവില്ലേ, അതുവരെ ഇളക്കി കൊടുക്കണം. ഒരു വാട്ടറി കൺസിസ്റ്റൻസി ഉള്ളത്. ഒരു സ്റ്റിക്കി പരിവാവുന്നവരെ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സ്റ്റിക്കി പരുവായിട്ടുണ്ട്. കണ്ടോ? ഇത് കണ്ടോ? ഒരു സ്റ്റിക്കി പരുവമുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് മുന്തിരിയും റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത കാഷ്യൂ നട്ട്സ് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. നട്ട്സിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. ഇങ്ങനെ നട്ട്സ് കട്ട് ചെയ്തിട്ടും ചേർക്കാം. ഡ്രൈ നട്ട്സിൻ്റെ പൊടി ഉണ്ടാവില്ലേ, അത് വേണമെങ്കിലും ചേർക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത്
ഇനി വേണ്ടത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ഈ റാഗി ഫ്ലോറിൽ അതിലേക്ക് ഈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവമില്ലേ, ആ പരുവാകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവില്ലേ, ഇതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. കൈ കുറച്ച് നെയ്യ് പരക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. ഞാൻ ഇതുപോലെ എല്ലാം ഇവിടെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്ലോസി ആയിട്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇതിൻ്റെ ഉള്ളു നല്ല സോഫ്റ്റാണ്. ആ ഉള്ളു സോഫ്റ്റ് ആവാൻ നമ്മൾ വെള്ളം ഉരുക്കിയെടുക്കൂലേ, ഈ ശർക്കരപ്പാനി ഉരുക്കിയെടുക്കുന്നില്ലേ, അത് ഇതിൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോഴാണ് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഓക്കെ, താങ്ക് യു.